പരിശുദ്ധമായ ഖുർആനിലൂടെ പരലോകമുണ്ട്, നിങ്ങൾ അതിനടിയുറച്ച് വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചുമ്മാ കണ്ണടച്ച് വിശ്വസിച്ചോ എന്നല്ല ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ യുക്തിപരമായി ചിന്തിക്കണം. നിങ്ങളുടെ ചിന്തകൾക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ കണ്ടെത്തണം ആ പരലോകമുണ്ട് എന്ന്. അതിനുവേണ്ടി അല്ലാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, ഒന്നാമതായി അല്ലാഹു പറയുന്നു, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ വലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ആ ഒരുമിച്ച് പോയ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുകയാണോ? എന്നാൽ നിങ്ങളുടെ വിരൽത്തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവരാണ് ഞാനെന്ന് അല്ലാഹു പറയുമ്പോ, ഇന്ന് ലോകത്ത് ഈ ആധുനിക ലോകത്ത് ഒരു ഫിംഗർ പ്രിന്റ് കൊണ്ട് ഒരു മനുഷ്യന്റെ എല്ലാവിധമായ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്നുവെങ്കിൽ അതിനെ പടച്ച, അതിനെ സംവിധാനിച്ച ആ പടച്ച തമ്പുരാന് ഒരിക്കലും നമ്മൾ ജീവിപ്പിക്കാൻ ഒരു മടിയുമില്ല, ഒരു പ്രയാസവുമില്ല. രണ്ടാമതായി ഖുർആൻ പറയുന്നു, ഈ താരാസങ്ങളുണ്ടല്ലോ, സൂര്യനും ചന്ദ്രനും താരകങ്ങളും താരാപഥങ്ങളും സർവാധിഗോളങ്ങളും അടങ്ങുന്ന ഒരു തൂണ് പോലും ആശ്രയമില്ലാതെ ഈ പരന്നു കിടക്കുന്ന കോടാനുകോടി കിലോമീറ്റർ പരന്നു കിടക്കുന്ന ഈ ആകാശത്തെ പടക്കാനാണോ? അതല്ല മനുഷ്യ, കുഴിമാടങ്ങളിൽ കിടക്കുന്ന നിന്നെയൊക്കെ പുനർജീവിപ്പിക്കാനാണോ പ്രയാസമെന്ന് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുമ്പോ ഒരു മനുഷ്യന് കടത്താൻ സാധിക്കും. പരലോകം യാഥാർത്ഥ്യമാണ്.